സെൻട്രലൊന്നും മണ്ണില്ല. ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല, ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ശരിക്കും അവിടെ താമസിക്കുന്നതിന് ഒരു പേടിച്ചിട്ടാണ്. അതെ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. എങ്ങനെ വരില്ല? വണ്ടി കയറില്ല. നമ്മൾ നിത്യോപയോഗ സാധനമായ ഗ്യാസ് ഈ മുകളിലേക്ക് കൊണ്ടുവരില്ല, താഴെ ഇറക്കിയിട്ട് പോകും. ഈ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ക്യാൻസർ ചെയ്യാം, അതൊക്കെ ക്യാൻസർ ആയിട്ട് കിടക്കുന്നത് ചേച്ചി, അതെങ്ങനെ ചോദിച്ചുകൊണ്ട് വരാം ഗ്യാസ് ഇതൊക്കെ താഴേന്ന്. അവരും പറഞ്ഞിട്ട് കാര്യം ഈ റോഡൊന്നും. എല്ലാവർക്കും നമസ്കാരം. ഈ നല്ല പാതകൾ നമ്മുടെ വീട്ടിലേക്ക് വരാനുണ്ടാകുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ഉള്ളവർക്ക് സാധിക്കുമെന്നാണ് ചാലക്കുടി നഗരസഭയിലെ 1-ാം വാർഡിലൊരു സ്ഥിതി കണ്ടിട്ട് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് താണിപ്പാറ കടമ്പോട്ടുകുളം റോഡിലാണ്. ഇതൊരു ചെറിയ റോഡാണ്. ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ്. ഇന്നലത്തെ മഴയിൽ ഇതിൻ്റെ ഒരു പാർട്ട് ഇടിഞ്ഞ് പോയിട്ട് എയറിലാണ് നിൽക്കണത്. ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം, ടാറിൻ്റെ ഭാഗം നിൽക്കുന്നത് എയറിലാണ് നിൽക്കുന്നത്. അത് കുറച്ച് കണ്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടിഞ്ഞിട്ട് 2 കൊല്ലമായി എന്ന് പറയണം. ഇതിനേക്കാളേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഇടിഞ്ഞ ഭാഗത്തിന് തൊട്ട് ഇപ്പുറത്ത്, അതായത് നമ്മൾ താണിപ്പാറയിൽ നിന്ന് വരുമ്പോൾ വലതുവശത്തായിട്ട് പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് 2 അടി, ഏകദേശം 2 അടി 3 അടി താഴ്ത്തിയിട്ട് ട്രഞ്ച് പോലെ എടുത്താലും മണ്ണ് നിറച്ചേക്കണം. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കണം, അപ്പുറത്തെ സൈഡ് ഈ തോടെടുത്തതിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി തോടെടുത്തതിൻ്റെ മണ്ണ് ഉറക്കാണ്ട് കിടക്കുന്ന ഒരു സ്ഥിതി. അതിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തള്ളാനായിട്ട് സാധ്യതയുണ്ട്. 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വികസന പ്രവർത്തനം നടത്താനായിട്ട് നഗരസഭയ്ക്ക് ഇപ്പോൾ തോന്നിയത്. കുഴപ്പമില്ല എന്തെങ്കിലും അവിടെ, പക്ഷേ ഇത് അത്യന്തം ഭീകരമായിട്ടുള്ള സ്ഥിതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വീടുകളുണ്ട്, ഇവർക്ക് ഇതികൂടെ ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകാൻ വാഹനങ്ങൾ വിളിക്കുമ്പോൾ വാഹനങ്ങൾ വരുന്നില്ല, പേടിച്ചിട്ടാണ്. കാരണം ഈ സൈഡ് ഇടിയോന്നാണ് പറയണത്. ഒരു വണ്ടി അവിടെ നിന്ന് വരാണെങ്കിൽ ഈ വാഹനം പിന്നെ എങ്ങനെ പോകും? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണം. വെറുതെ തട്ടുപോക്ക് നയങ്ങൾ പറഞ്ഞിട്ട് അതായത് പോണ സമയത്താണ് ഇത് ഇടിഞ്ഞ് വീണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഇവിടെ നടത്താൻ സാധിക്കുമെങ്കിൽ നഗരസഭ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണം. റോഡിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താഴ്ത്തിക്ക് പോയിട്ടുണ്ട്, ഇനിയും ഇടിയാൻ വേണ്ടി നിൽക്കുന്നു. ഇവിടുത്തെ യാത്രക്കാരാണെങ്കിൽ, ഇവിടുത്തെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ ആകെ പേടിയോടുകൂടിയാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചാൽ ഒരു വണ്ടി പോലും വരാത്ത സ്ഥിതിയാണ്. തീർച്ചയായിട്ടും ഇത് അപകടകരമായ അവസ്ഥയിലാണ് ഈ താണിച്ചിറ കടമ്പോട്ടുകുളം റോഡ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും അതിശക്തമായ മഴയ സമയത്ത് വരാണെങ്കിൽ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിൽ പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുഴി സാധനം നിൽക്കുന്നു, വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ തള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ ഈ വലതുവശത്ത് ഈ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചിട്ട ഭാഗം, ഇത് ഏത് ആൾക്കും മനസ്സിലാവും. ഇവിടെ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വെള്ളം ഇറങ്ങും, അപ്പുറത്തെ വശം തള്ളുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇവിടെ GI പൈപ്പ് മുകളിൽ കൂടെ ഇട്ട് വെള്ളം കൊണ്ടുപോകാന്നുള്ളൊരു കണ്ടീഷനാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും അംഗീകരിച്ചില്ല. പിന്നെ ഇപ്പോൾ ചാലക്കുടിയിൽ കാണുന്ന ഒരു പൊതു പരിപാടിയുണ്ട്. ഈ ഇലക്ഷൻ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കുറേ ഉദ്ഘാടനങ്ങൾ. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ പണി തുടങ്ങാനൊക്കെ കണ്ട നഗരസഭയുടെ സമയം. എന്തായാലും ഇലക്ഷൻ ട്രെൻഡ് നടക്കട്ടെ. ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ചാലക്കുടി നഗരസഭയുടെ 1-ാം വാർഡിലെ താണിപ്പാറ പ്രദേശമാണ് ഈ കാണുന്നത്. ഈ പ്രദേശത്തിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ തന്നെയായിരുന്നു. 20 വർഷം മുമ്പ് ആനി ദേവസി എന്ന കൗൺസിലറുള്ള സമയത്ത് CDSന് പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നത്. ആ CDSൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ചെയ്താണ് ഒരു വർക്കാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. അതിനുശേഷം മറ്റു പ്രവർത്തനങ്ങളൊന്നും ഈ വാർഡിൽ, ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. ഈ കഴിഞ്ഞ വർഷകാലം മുതൽ ഈ റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞു കിടക്കുകയാണ്. വളരെ വ്യാപകമായ രീതിയിൽ ഇടിഞ്ഞു കിടക്കുന്നത്. ഏത് നോക്കാനോ ശ്രദ്ധിക്കാനോ നഗരസഭയോ കൗൺസിലറോ ഇവിടേക്ക് വരികയോ ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? ഇവിടെ ഒരു 10 വീട്ടുകാരുണ്ട്. ഈ റോഡ് ഉപയോഗിക്കുന്ന ഒരു 10 വീട്ടുകാരുണ്ട്. മാത്രമല്ല കിഴക്കേ ഈ വാർഡിൻ്റെ കടമ്പോട്ടുകുളം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ താണിപ്പാറ ഭാഗത്തേക്ക് വരുന്നതിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ റോഡാണ്. ഈ 10 വീടുകളിൽ മാത്രം പ്രശ്നമല്ല, നിരവധി ആളുകൾ കടമ്പോട്ടുകുളം ഹോളി ക്രോസ് കോൺവെൻറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന ആളുകൾ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഉള്ള മറ്റൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി എന്ന് നമുക്ക് പറയാനുള്ളത്, നഗരസഭ ഇപ്പോൾ ഇവിടെ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടോ ഇറിഗേഷൻ പദ്ധതി എന്ന് പറഞ്ഞിട്ടോ ഇതിൻ്റെ ഇടിഞ്ഞു കിടക്കേണ്ട നേരെ 1 മീറ്റർ അപ്പുറത്ത് ഏകദേശം 2 അടി 3 അടിയോളം താത്തി ട്രഞ്ചെടുത്തേക്കാണ്. 4 വർഷവും 10 മാസവും ഉണ്ടായിട്ടും നഗരസഭയ്ക്ക് ഈ വർക്ക് ചെയ്യാൻ കണ്ടാക്കുന്നത്, ഈ ഇപ്പുറത്തെ വർക്ക് ചെയ്യാൻ കണ്ടാക്കുന്നത് 4 വർഷം 10 മാസത്തിലാണ് ഈ വർക്ക് ചെയ്യാൻ കണ്ടാക്കണത്. ഈ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഈ വർക്ക് ഇതിന് വേണ്ട ഒരു നടപടികൾ നഗരസഭ സ്വീകരിച്ചിട്ടില്ല. 1 വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇവിടെയുള്ള ആളുകൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടും ഇതുമ്പോൾ തുടർന്നില്ല. ഇന്നത് കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഇടിഞ്ഞു കിടക്കുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് നോക്കിയാൽ അറിയാം, വളരെ ഭീകരമായ രീതിയിലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. നമുക്ക് സൂചിപ്പിക്കാനുള്ളത് MLA അല്ലെങ്കിൽ MP അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇടിഞ്ഞുപോയ റോഡുകൾ അല്ലെങ്കിൽ ഡാമേജായ റോഡുകൾ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് കിട്ടുന്നതാണ്. MLAക്കോ അല്ലെങ്കിൽ നഗരസഭയ്ക്കോ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പണിയാനുള്ള ഫണ്ട് കിട്ടുമെന്നാണ് നമ്മൾ കളക്ടറേറ്റിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് നേരിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ കഴിയില്ല, MLA വഴിയാണ് കൊടുക്കാൻ പറ്റുക എന്നാണ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ കിട്ടിയത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇത് പണിയാനായിട്ട് നടപടി എടുക്കണമെന്ന് ആണ് നാട്ടുകാരുടെയും മുൻ കൗൺസിലർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം.